എല്ലാവരെയും അഭിമുഖീകരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു അപ്പുവേട്ടാ. പുറത്തിറങ്ങിയതിന് പിന്നാലെ അവൾ ആദ്യം തന്നെ അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത് അതാണ്. എന്ത് ബുദ്ധിമുട്ട്? അവൻ അവളോട് ചോദിച്ചു. അല്ല, പ്രീതി ആൻറ്റിയൊക്കെ എന്നോട് പിണക്കത്തിലായിരിക്കില്ലേ? അവൾ പറഞ്ഞു. എല്ലാ പിണക്കവും മാറും. ഏതായാലും എല്ലാവരും സമ്മതിച്ച് തന്നെയല്ലേ നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്നത്? അവൻ അവളോട് കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. മാമൻ്റെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കുമെന്ന് ഓർക്കുമ്പോഴാ. അത് സാരമില്ല, നീ നേരെ അങ്ങ് നോക്കിയാൽ മതി. അവരൊക്കെ ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ വന്നിട്ടുള്ളത്. അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അവൻ പറഞ്ഞതും അവൾക്ക് ചെറിയൊരാശ്വാസം പോലെ തോന്നിയിരുന്നു. അവൾ ആ ഒരു സമാധാനത്തിലാണ് പുറത്തേക്ക് നടന്നത്. അവനോടൊപ്പം ബൈക്കിൽ കയറി ഒരു ഭയവുമില്ലാതെ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു ദിവസം താൻ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് അവൾ വിചാരിക്കുകയായിരുന്നു. എന്നെങ്കിലും ഇങ്ങനെ ധൈര്യപൂർവ്വം അവനോടൊപ്പം പോകാൻ പറ്റുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും കാലം അവൻ്റെ ബൈക്കിൽ കയറുമ്പോൾ നാട്ടുകാർ കാണുമോ എന്നുള്ള പേടിയായിരുന്നു. ഇന്നിതാ ആ നാൽക്കവലയിലൂടെ തന്നെ അവനോടൊപ്പം ബൈക്കിൽ കയറി പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അവൾക്ക് തോന്നിയിരുന്നു. അവളുടെ വീടിൻ്റെ മുൻപിൽ അവൻ ബൈക്ക് നിർത്തിയ നിമിഷം അവളുടെ ലഗേജ് എടുത്ത് പുറത്തേക്ക് വച്ചപ്പോഴും അകത്തു നിന്നും മാമൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മാമൻ ഇവിടെ ഉണ്ടാകുമെന്ന് മനസ്സിലായിരുന്നു. പെട്ടെന്ന് മാമനെ കണ്ടതും എന്തോ ഒരു വല്ലായ്മ തോന്നിയിരുന്നു അവൾക്ക്. അദ്ദേഹത്തെ അഭിമുഖീകരിക്കാൻ ഒരു മടി പോലെ. മീനൂട്ടി, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. അവിടെ നീ ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മറ്റൊന്നും ചോദിക്കാതെ ഏറെ സ്വാഭാവികതയോടെ മാമൻ അത് ചോദിച്ചപ്പോൾ എന്തോ അവൾക്ക് വല്ലാത്തൊരാശ്വാസം. മാമൻ ആദ്യം തന്നെ മുഖം വീർപ്പിക്കുമെന്നും ദേഷ്യത്തിൽ സംസാരിക്കുമെന്നും ഒക്കെയാണ് കരുതിയിരുന്നത്. അതൊന്നും സംഭവിക്കാതെ ഇരുന്നതിനാൽ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അവളൊന്ന് ചിരിച്ചു കാണിക്കുക മാത്രം ചെയ്തു. ഇനിയിപ്പോൾ വല്ലതും കഴിച്ച് വേഗം കുറച്ച് നന്നായിക്കോ. കല്യാണമാണ് വരാൻ പോകുന്നത് അല്ലേ? സ്വാഭാവികമായി മാമൻ പറഞ്ഞതും അവൾക്ക് ആശ്വാസം പൂർണ്ണമായി. അപ്പു അവളെ ഒന്ന് നോക്കി ഒരു നിമിഷം ഒരു കള്ളച്ചിരി ചിരിച്ചു. മാമൻ കാണുമോ എന്ന് പേടിച്ച് അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ പോലും മടിച്ചു. അപ്പോഴാണ് അപ്പുറത്തെ പറമ്പിൽ നിന്നും തങ്ങളെ നോക്കുന്ന പ്രീതയെ കണ്ടത്. അവൾ വേഗം പ്രീതിയുടെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരി നൽകി. എന്നാൽ പ്രീതിയിൽ നിന്നും തിരിച്ച് പുഞ്ചിരി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഏറെ ദേഷ്യത്തോടെ പ്രീത അവളെ ഒന്ന് നോക്കിയതിനു ശേഷം അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തത്. ആ നിമിഷം അവളുടെ മനസ്സിൽ ഒരു വേദന നിറഞ്ഞു. അതപ്പു കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും ചെയ്തു. മാമൻ പ്രീതിയെ കണ്ടില്ല എന്ന് അവൾ മനസ്സിലാക്കി. എന്നാൽ അപ്പു ഇതൊക്കെ കണ്ടുവന്നു. ഒന്നുമില്ലെന്നവൻ കണ്ണുകൾ അടച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി കാണിച്ചു. അവൾ സമ്മതപൂർവ്വം തലയാട്ടി. എങ്കിൽ പിന്നെ ഞാൻ പോവാം മാമ, ഒരുപാട് പരിപാടിയുണ്ട്. സുരേഷിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അപ്പു അത് പറഞ്ഞപ്പോൾ ചിരി വന്നത് അവൾക്കാണ്. അവൻ മാമ എന്ന് വിളിക്കുന്നത് കേട്ടാണ് അവൾക്ക് ചിരി വന്നത്. ഇത്രയും കാലം സുരേഷ് ഏട്ട എന്ന് വിളിച്ചവൻ പെട്ടെന്ന് മാമ എന്ന് വിളിച്ചത് കേട്ടതും അവൾ അറിയാതെ ചിരിച്ചു പോയിരുന്നു. നീ എന്തിനാ ചിരിക്കുന്നത്? ഞാനാണ് അവനോട് പറഞ്ഞത് ഇനി അങ്ങനെ വിളിച്ചാൽ മതിയെന്ന്. നീ എന്നെ വിളിക്കുന്നത് പോലെ വേണ്ടേ അവനും വിളിക്കാൻ? അവളുടെ ചിരി കണ്ടുകൊണ്ട് സുരേഷ് പറഞ്ഞിരുന്നു. അവൻ അപ്പോൾ അവളെ ഒന്ന് നോക്കി കണ്ണു കുറിപ്പിച്ചു. അതിനുശേഷം കണ്ണുകൾ കൊണ്ട് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് അപ്പുറത്തേക്ക് പോയിരുന്നു. മോള് വാ, അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റി സുരേഷ്. മുത്തശ്ശി എവിടെയാ കിടക്കുന്നത് മാമ? മുത്തശ്ശിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൾ ആദ്യം ചോദിച്ചത് അതായിരുന്നു. അവളുടെ മനസ്സിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിലും ഒരു വലിയ വേദനയായി സുകുമാരി അമ്മ അവശേഷിച്ചിരുന്നു. ഇവിടെ വന്ന ദിവസം മുതൽ തന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ഇടപെട്ടിട്ടുള്ള ആളാണ്. ഒരു കൊച്ചുമകൾക്ക് നൽകേണ്ട സ്നേഹം മുഴുവൻ വളരെ ചെറിയ കാലം കൊണ്ട് നൽകിയ ആളാണ്. അതുകൊണ്ട് തന്നെ ആ നിമിഷം അവൾ തകർന്നു പോയിരുന്നു. മോള് യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ആദ്യം ഒരു ചായ കുടിക്ക്, അതിനുശേഷം അമ്മയെ കണ്ടാൽ മതി. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് സുരേഷ് അകത്തേക്ക് നോക്കി വിളിച്ചു. മിനി, അവൾ വന്നിട്ടുണ്ട്, അവൾക്കൊരു ചായ എടുക്ക്. കൊണ്ടുവരുന്നുണ്ട് സുരേഷ് ഏട്ടാ, അകത്തു നിന്നും മിനി വിളിച്ചു പറഞ്ഞു. സുരേഷ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ചായ കുടിച്ചിട്ട് അമ്മയെ ചെന്ന് കാണാം, ഞാൻ കുടിച്ചിട്ട് വരാം കേട്ടോ. അവൾ സമ്മതഭാവത്തിൽ തലയാട്ടി. കുറച്ച് സമയത്തിന് ശേഷം ചായയുമായി മിനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും മിനിയുടെ മുഖം വല്ലാതെയിരുന്നു. നീ വന്നോ?
അയൽവക്കക്കാരെയൊക്കെ വെറുപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായി കാണുമല്ലോ അല്ലേ? മിനി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ മനസ്സിലാവാത്ത പോലെ മിനിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ മാമി അങ്ങനെ പറഞ്ഞത്? അവൾ ചോദിച്ചു. നിനക്കൊന്നും അറിയില്ല അല്ലേ? ഏരും പോരാത്ത ആ പ്രേത ചേച്ചിയുടെ മോനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ പ്രേമിക്കാൻ. ഇപ്പോൾ ആ പെണ്ണുപിള്ള ഇവിടെയുള്ളവരോട് മിണ്ടത്ത് പോലുമില്ല. ഒരു വീട് പോലെ കഴിഞ്ഞതാ. അത് രണ്ടാക്കിയപ്പോൾ നിനക്ക് സമാധാനമായോ? മിനി ചോദിച്ച നിമിഷം അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന വന്നിരുന്നു. ഇത്രയും നേരം തോന്നാത്തൊരു ബുദ്ധിമുട്ട് ആ നിമിഷം അവൾക്ക് തോന്നി. അതോടൊപ്പം പ്രീത തന്നെ സൂക്ഷിച്ചു നോക്കിയതും താൻ ചിരിച്ചപ്പോൾ ചിരിക്കാതെ അകത്തേക്ക് പോയതുമൊക്കെ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ആണുങ്ങളാകുമ്പോൾ ചിലപ്പോൾ ചിരിച്ചു എന്നും സംസാരിച്ചു എന്നും വേണ്ടി വന്നാലൊന്ന് പ്രേമിക്കാൻ വന്നു എന്നും ഒക്കെ വരും എന്നും പറഞ്ഞ് മറ്റൊരു വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ടായിരുന്നോ? ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കാണിക്കേണ്ടത് നീയാണ്. അല്ലാതെ അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഉടനെ സമ്മതിച്ചു കൊടുക്കുകയാണോ വേണ്ടത്? ഒന്നുമല്ലെങ്കിലും അവർക്ക് ഈ കല്യാണത്തിന് താല്പര്യമുണ്ടാവില്ലെന്ന് ഓർക്കണ്ടേ? നമ്മുടെ നില നമ്മൾ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. നില മറന്ന് ഒരു പരിപാടി കാണിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ബോധം നിനക്കുണ്ടായിരുന്നില്ല. എല്ലാം പോട്ടെ, നിന്റെ അമ്മയും ഇതിന് സപ്പോർട്ടാണെന്ന് അറിയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. മിനി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. ഇനി ഇത് ഇരട്ടിയാക്കി മാമനോട് പറയാൻ നിൽക്കണ്ട. ഞങ്ങൾ തമ്മിൽ കൂടി പ്രശ്നം ഉണ്ടാക്കരുത്, ദൈവത്തെ ഓർത്ത്. ആ പ്രീത ചേച്ചിയും ഞങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. അവർ മിണ്ടാതായതോടെ എനിക്ക് വല്ലാത്ത വിഷമം. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അവളുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ചായ എവിടെ വച്ചതിന് ശേഷം മിനി അകത്തേക്ക് പോയിരുന്നു. അവൾക്ക് എന്തോ ആ ചായ കുടിക്കാൻ പോലും തോന്നിയില്ല. താൻ കാരണം വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായതുപോലെയുള്ള ചിന്ത അവളുടെ മനസ്സിൽ നിറഞ്ഞു. ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത് എന്ന് അവൾ സ്വയം ചോദിച്ചു പോയിരുന്നു. അടർന്നു വന്ന കണ്ണുനീർ ഒരു വിധത്തിൽ തുടച്ചവൾ വേഗം സുകുമാരിയമ്മയെ കാണുവാനായി മുറിയിലേക്ക് കയറി. അവിടേക്ക് ചെന്നപ്പോൾ അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിരുന്നു. വണ്ണമൊക്കെ കുറഞ്ഞ് അസ്ഥിപഞ്ജരം പോലെ ഒരു രൂപം. താൻ പോകുന്ന സമയത്ത് പോലും നന്നായിരുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രായമേറിയതുപോലെ. ഇത്രയും വയ്യാതായിരുന്നോ മുത്തശ്ശിക്ക് എന്ന് അവൾ ഓർത്തു. വേഗം അവൾ അരികിൽ ചെന്ന് മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചു. വ്യക്തമായി പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. താൻ വന്നതിൽ സന്തോഷമുണ്ടായിട്ടുണ്ടെന്ന് മുഖഭാവം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പറയുന്നതൊന്നും വ്യക്തമല്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അപ്പുവിൻ്റെ കാര്യം എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതും മനസ്സിലാകുന്നില്ല. അവളെല്ലാം മനസ്സിലായതുപോലെ ഇരുന്നു. അവസാനം പോകുന്നതിന് മുൻപ് മുത്തശ്ശിയുടെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം മുത്തശ്ശി. പക്ഷേ എപ്പോഴൊക്കെയോ ഞാൻ അപ്പുവേട്ടനെ ഇഷ്ടപ്പെട്ടു പോയതാണ്. മറക്കാൻ ഒട്ടും പറ്റാത്തത് കൊണ്ടാണ്. അവൾ കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയോട് പറഞ്ഞതും ചുളിവ് വീണ കൈകൾ കൊണ്ട് അവർ അവളുടെ കയ്യിൽ പിടിച്ചു. ശേഷം അവൾക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണെങ്കിലും വിഷമിക്കേണ്ട എന്നും അപ്പു നല്ലവനാണ് എന്നും അവർ പറയുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിന് ചെറിയൊരു ആശ്വാസം കിട്ടി. അവൾ മുത്തശ്ശിയോടൊപ്പം തന്നെ ആ മുറിയിലാണ് കിടന്നത്. വീട്ടിലെത്തി അപ്പുവിനോട് വലുതായി ഒന്നും പ്രീത സംസാരിക്കാൻ പോയില്ല. ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ അവനെ വിളിക്കാനായി അവൻ TV കണ്ടുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ചെന്ന് പ്രീത പറഞ്ഞു. കാമുകി വന്നതുകൊണ്ട് ഇവിടെ നിന്നാണോ ഭക്ഷണം അതോ അവിടെയാണോ? അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് ചെന്നു. ഭക്ഷണമെല്ലാം എടുത്ത് അവിടെ വച്ചിട്ടുണ്ട് പ്രീത. അവൻ തന്നെയാണ് വിളമ്പി കഴിച്ചത്. കുറച്ചു നാളായി അങ്ങനെയാണ്. അമ്മയോടുണ്ടായ അകൽച്ച അവനെയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ വിവാഹം മുടക്കാൻ ഇനി തനിക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ പ്രീത തന്നെ കൊണ്ട് സാധിക്കുന്നത് അവനോട് പിണങ്ങുക എന്നത് മാത്രമാണെന്ന് മനസ്സിലാക്കി. ആ ഒരു രീതിയാണ് ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവനിൽ വല്ലാത്ത മനോവിഷമം ഉണ്ടാക്കിയിരുന്നു. അമ്മയുടെ സ്വപ്നങ്ങൾ താൻ കാരണം തകർന്നു എന്ന ചിന്തയും അവനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു. എന്നാൽ അതിനെല്ലാം മുകളിലായിരുന്നു അവളോടുള്ള ഇഷ്ടം. പിറ്റേ ദിവസം വിവാഹത്തിനുള്ള വസ്ത്രങ്ങൾ എടുക്കാൻ എല്ലാവരും കൂടി പോകാമെന്ന തീരുമാനത്തിൽ അനിലും സുരേഷും എത്തിയിരുന്നു. എന്നാൽ വസ്ത്രങ്ങൾ എടുക്കാനൊന്നും താൻ വരുന്നില്ല എന്നും തനിക്ക് വേണ്ടി സാരി താൻ തന്നെ പോയി എടുത്തോളാമെന്നും പ്രീത പറഞ്ഞതോടെ പ്രശ്നമുണ്ടാക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് അമ്മയെന്ന് അവന് മനസ്സിലായിരുന്നു. ഇങ്ങനെ ആവശ്യമില്ലാതെ എന്തിനാ വാശി പിടിക്കുന്നത്? എല്ലാവരും കൂടി ഒരുമിച്ച് പോയി എടുക്കുന്നതല്ലേ നല്ലത്? കല്യാണ സാരി സെലക്ട് ചെയ്യുമ്പോൾ അമ്മ കൂടി വേണ്ടേ? അവൻ ചോദിച്ചു. എന്തിനാ? ഞാൻ വന്നില്ലേലും നിന്റെ ബന്ധുക്കാരെല്ലാം അവിടെ ഉണ്ടല്ലോ. ഞാനിനി പ്രത്യേകിച്ച് അവിടേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എത്ര രൂപയുടെ കല്യാണ സാരി സെലക്ട് ചെയ്താലും അത് ഉടുക്കാൻ പോകുന്നത് ആ പാണ്ടിച്ചിയല്ലേ? അവൾ ഏതുടുത്താലും കണക. എനിക്കത് കാണേണ്ട കാര്യമില്ല. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മനസ്സുകൊണ്ട് അവളെ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ വെറുതെ എന്തിനാ അവിടെ വന്ന് നിൽക്കുന്നത്? അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്.
എനിക്ക് അവളെ ഇഷ്ടമല്ല കാണുന്നത് പോലും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഞാൻ കല്യാണത്തിന് വരുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട സാരി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ വേറെ പോയി എടുത്തോളാം. അവർ തീർത്തു പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയപ്പോൾ നിസ്സഹായനായി അനിലിൻ്റെ മുഖത്തേക്ക് അപ്പു ഒന്ന് നോക്കി. അവൾ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ പിന്നെ അതിൽ മാറ്റമുണ്ടാവില്ലെന്ന് നിനക്കറിയാമല്ലോ. വെറുതെ അവളെ നിർബന്ധിക്കാൻ നിൽക്കണ്ട. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വരണ്ട. വെറുതെ വന്ന് ആ കൊച്ചിൻ്റെ സന്തോഷം കൂടി എന്തിനാ കളയുന്നത്? വന്നാലും അവൾ എന്തെങ്കിലും കുത്തി കുത്തി പറയുകയുള്ളൂ. അതിനേക്കാൾ നല്ലത് വരാതിരിക്കുന്നത് തന്നെയാണ്. അനിൽ അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആരതിയും പല വിധത്തിൽ അവരോട് പറഞ്ഞു നോക്കി. എന്നാൽ ഒരു വിധത്തിലും അടുക്കുന്നുണ്ടായിരുന്നില്ല പ്രീത. അവർക്ക് വിവാഹത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു അവരുടെ ഓരോ പ്രവൃത്തികളും. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിപ്പോയി അപ്പു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവളെയും ഇവിടേക്ക് കൊണ്ടുവന്നാൽ ഇതിലും വലിയ പിണക്കം തന്നെ അമ്മ അവളോട് കാണിക്കുമെന്ന് അവന് ഉറപ്പായിരുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടുമെന്നും അവൻ അറിയില്ലായിരുന്നു. അവസാനം പ്രീത വരില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു. ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് വസ്ത്രങ്ങൾ എടുക്കാൻ പോകാൻ തുടങ്ങി. സുരേഷും മിനിയും മീനാക്ഷിയും അവരുടെ വണ്ടിക്കാണ് വന്നത്. വന്ന സമയം തന്നെ മീനാക്ഷിയുടെ കണ്ണുകൾ പോയത് പ്രീതയുണ്ടോ എന്ന് അറിയുവാനായിരുന്നു. പ്രീതയില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് വിഷമം തോന്നി. അമ്മയ്ക്ക് തലവേദനയായി കിടക്കുകയാണെന്ന് അപ്പോൾ അവളോടൊരു കള്ളം പറഞ്ഞു. അത് കള്ളമാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. എങ്കിലും അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി വിശ്വസിച്ചതായി നടിച്ചു. കല്യാണ സാരി എടുക്കുന്ന സമയത്ത് മുഴുവൻ വില കുറഞ്ഞ കല്യാണ സാരി തന്നെയാണ് മിനി തിരഞ്ഞത്. ഒറ്റ ദിവസത്തേക്ക് വേണ്ടി വലിയ വിലയുള്ളതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നോക്ക്. മിനി കുറച്ച് സാരി എടുത്ത് അവൾക്ക് മുന്നിലിട്ട് പറഞ്ഞു. അത് കണ്ട് മിനിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അപ്പു പറഞ്ഞു, നിനക്കിഷ്ടമുള്ളത് എടുക്കും മീനു. അതിന് എത്ര രൂപയാണെങ്കിലും ഞാൻ കൊടുത്തോളാം. അവനത് പറഞ്ഞതും മിനിയുടെ മുഖത്ത് ഒരു വല്ലായ്മ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഒരു ദിവസത്തേക്ക് വേണ്ടിയല്ലേ, അതും ഗുരുവായൂരിൽ. അധികം ആരെയും വിളിക്കുന്ന കല്യാണം പോലുമല്ലല്ലോ. എന്തിനാ വലിയ വിലയുടെ സാരിയൊക്കെ എടുക്കുന്നതെന്ന് ഓർത്താണ്. ഉണ്ടായ ചമ്മൽ മറയ്ക്കാൻ മിനി പറഞ്ഞു. അതെനിക്ക് അറിയില്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. അവൾക്ക് ഒരു കല്യാണമല്ലേ ഉള്ളൂ. അതിൽ അവൾക്കും ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കാണില്ലേ. വെറുതെ എന്തിനാ മാമൻ്റെ പൈസ കളയുന്നത്? ഞാൻ തന്നെ എടുത്തു കൊടുക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്നോർത്ത് പറഞ്ഞതാ. അപ്പോൾ മിനിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും മിനിക്കത് ഇഷ്ടപ്പെടാതെ എഴുന്നേറ്റ് പോയിരുന്നു. ഒരു ലാവണ്ടർ കളറിലെ വിവാഹ സാരിയാണ് മിനി എടുത്തത്. വലിയ വിലയില്ലാത്ത തരത്തിലുള്ള സാരിയായിരുന്നു മീനാക്ഷി നോക്കിയത്. എന്നാൽ അത്യാവശ്യം നല്ല വിലയുള്ള ഒരു സാരി തന്നെ അപ്പോൾ അവൾക്ക് എടുത്തു. അതും ലാവണ്ടർ നിറത്തിലുള്ളതായിരുന്നു. അത് അപ്പോൾ തന്നെ ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ അവൾക്ക് നന്നായി ചേരുന്നുമുണ്ടായിരുന്നു. അവൾ നല്ല വെളുത്ത നിറമായത് കൊണ്ട് തന്നെ ആ നിറം അവൾക്ക് നന്നായി ഇണങ്ങുന്നത് പോലെ എല്ലാവർക്കും തോന്നി. ആരതിയും അത് സൂപ്പറാണെന്ന് പറഞ്ഞു. അതിന് ചേരുന്ന തരത്തിലുള്ള ഒരു കുർത്തയും മുണ്ടും അപ്പുവിനെ തിരഞ്ഞെടുത്തിരുന്നു. പിന്നെ ആരതിക്കും മറ്റുള്ളവർക്കുമൊക്കെ ഡ്രസ്സ് എടുത്തു. ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് സാരിയുടെ പൈസ സുരേഷ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നിർബന്ധിച്ച് തന്നെ ആ പൈസ അപ്പു കൊടുത്തിരുന്നു. അത് കണ്ടപ്പോഴാണ് ഒരല്പം ആശ്വാസം എനിക്ക് വന്നത്. അതുവരെ സുരേഷ് പണം കൊടുക്കുമോ എന്ന പേടിയായിരുന്നു അവർക്ക്. അവിടെ നിന്നും നേരെ പോയത് താലിമാല സെലക്ട് ചെയ്യുവാനായിരുന്നു. അതും താൻ തന്നെ വാങ്ങിക്കുമെന്ന് അപ്പുവിന് വാശിയായിരുന്നു. സുരേഷ് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ തന്നെയാണ് 2 പവൻ്റെ താലിമാല വാങ്ങിയത്. അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു ചെയിൻ തന്നെയാണ് അതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. അധികം ആരും കേൾക്കാതെ അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു, അപ്പുവേട്ടാ. അവളെ വിളിച്ചതും അവൻ വേഗം അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താടി? അവൻ ചോദിച്ചു. അത് എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്കെല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് പറയാൻ മടിയാ. അപ്പുവേട്ടൻ എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുമോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്നെ കൊണ്ട് പറ്റുന്ന എന്താഗ്രഹമാണെങ്കിലും അത് സാധിച്ചു തരാം. നീ എന്താണെന്ന് പറ. അധികം ആരും കാണാത്ത ഒരു ഭാഗത്തേക്ക് അവളെ നീക്കി നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. പിന്നെ പണ്ട് മുതലേ ഉള്ള ആഗ്രഹമാണ്. ഞങ്ങളുടെ നാട്ടിലെ താലിയില്ലേ, ആ ലക്ഷ്മി താലി, അതിടണമെന്ന്. നമ്മുടെ കല്യാണത്തിന് അങ്ങനെയുള്ളൊരു താലി വാങ്ങുമോ അപ്പുവേട്ടാ? അവൾ ചോദിച്ചു. ചിലപ്പോൾ അങ്ങനെയുള്ള താലി ആൻറ്റിക്ക് ഇഷ്ടമാവില്ലായിരിക്കും അല്ലേ? അടുത്ത നിമിഷം തന്നെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. താലി എങ്ങനെയാണെങ്കിലും അതിടുന്ന പെണ്ണിൻ്റെ മനസ്സിലെ സ്നേഹമല്ലേ വലുത്? നിനക്കിഷ്ടപ്പെട്ട താലി തന്നെ വാങ്ങാം. അതിലെന്തെങ്കിലും മലയാളി ടച്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഇവരോട് ചോദിക്കാം. നിന്റെ ആഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ വിവാഹം എന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവും.
പുരുഷന്മാർ പൊതുവെ അത്രത്തോളം ഒന്നും വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാറില്ല. പക്ഷെ ഒരു പെൺകുട്ടി ഋതുമതിയാവുന്ന സമയം മുതൽ അങ്ങനെയൊരു സ്വപ്നം അവളുടെ മനസ്സിലുണ്ടാവും. അതെനിക്കറിയാം. നമുക്ക് നിന്റെ ആഗ്രഹം നടത്തിക്കളഞ്ഞേക്കാം. ഈ താലി ഇട്ടുകൊണ്ട് നടക്കേണ്ടത് നീയല്ലേ? അപ്പോൾ നിന്റെ ഇഷ്ടത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾക്കും വലിയ സന്തോഷമായി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.